ഇപ്പോൾ ഡോക്ടർ ഗിരിദാസ് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ഗിരിദാസ്, ഇവിടെ ഈ തണ്ണീർക്കൊമ്പൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, തണ്ണീർക്കൊമ്പനെ 2 ആഴ്ച മുന്നേ കർണാടക വനം വകുപ്പ് പിടിച്ച് അതിന് കഴുത്തില് റേഡിയോ കോളറൊക്കെ ഇട്ട് അതിനെ കാട്ടിലേക്ക് വിട്ടു. അത് ഹാസിൽ നിന്ന് പിടിച്ച് അത് ബന്ദിപ്പൂർ മേഖലയിലേക്ക് വിട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് അത് കേരളത്തിലേക്ക് വരികയും നമുക്ക് ഇതിന്റെ സമാനമായ ഒരു സംഭവമാണ് നമ്മള് അരിക്കൊമ്പന്റെ കേസിലും ഉണ്ടായത്. നമ്മൾ അത് തേക്കടി വനമേഖലയിൽ കൊണ്ടുപോകുന്നു, പിന്നീട് അത് തമിഴ്നാടിന്റെ നഗരത്തിൽ കടക്കുന്നു. ഇതുപോലെ അപ്പൊ ആനയെ മയക്കുവെടിച്ച് പിടിച്ചു, റേഡിയോ കോളറിട്ട് വിട്ടു. ആ ആന പിന്നെ ആന യാത്ര ചെയ്യുന്നൊരു വളരെയധികം യാത്ര ചെയ്യുന്നൊരു മൃഗമാണ്. മറ്റുള്ളമാര് കടുവ, പുലി അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളുടെ മാതിരി ഒരു ഏരിയയിൽ തന്നെ ജീവിച്ചു പോകുന്ന മൃഗമല്ല. അപ്പൊ അത് യാത്ര ചെയ്യും. അത് ഭക്ഷണത്തിന് വേണ്ടി യാത്ര ചെയ്യും, വെള്ളത്തിന് വേണ്ടി യാത്ര ചെയ്യും. അത് കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് ഒരു സമൂഹ ജീവി എന്ന രീതിയിലാണ് യാത്ര ചെയ്യുക. അപ്പൊ ഈ ആനയെ പെട്ടെന്ന് ഹാസിൽ നിന്ന് പിടിച്ച് ബന്ദിപ്പൂർ കൊണ്ടുവന്നപ്പോ ആന പരക്കം പായുകയാണ്. ആനയ്ക്ക് പരിചയമല്ലാത്തൊരു സ്ഥലത്ത് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ കഴിഞ്ഞ 15 ദിവസം യാത്ര ചെയ്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഈ ആനയെ പിടിച്ചു കഴിഞ്ഞാല് അതിന്റെ കഴുത്തിൽ റേഡിയോ കോളർ ഇടുന്നുണ്ട് ഇല്ലേ? ഈ റേഡിയോ കോളർ ഇട്ട ആന കേരളത്തിൽ എത്തി എന്ന് അറിയിക്കാൻ വനം വകുപ്പിന്റെ, കർണാടക വനം വകുപ്പിന് അതിനൊരു ബാധ്യതയുണ്ടായിരുന്നു. അത് അവർ ചെയ്തില്ലല്ലോ. കാരണം ആന കേരള ഭാഗത്തേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ ചെയ്തില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നു. പിന്നെ ഇവിടെ നമുക്കറിയാം, വയനാട് എന്നും വന്യമൃഗങ്ങളുടെ ശല്യം സഹിച്ചു ജീവിക്കുന്ന ഒരു പാവം ജനങ്ങളുടെ ഒരു മേഖലയാണ്. ഒരുപക്ഷെ അത് കാടിന്റെ ഭാഗമാണ് എന്നത് നമുക്ക് സത്യമാണ്. എങ്കിൽ പോലും അത്തരം അവസ്ഥയില് ഈ ആനയെ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ടാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഹലോ, കേൾക്കാം ഡോക്ടർ ഗിരിദാസ്, കേൾക്കാം, പറയൂ. പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു, അതിനെ പിടിക്കുന്നു, മയക്കുവെടിവെക്കുന്നു, കൊണ്ടുപോകുന്നു. പക്ഷെ ഈ ആനയ്ക്ക് വേണ്ടതായ മിനിമം റെസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യ പരിസ്ഥിതി ഇതൊന്നും ആരും പരിശോധിച്ചില്ലല്ലോ. ഇപ്പൊ വയനാട് ആയതുകൊണ്ടായിരിക്കും പിടിച്ച വഴിക്ക് അതിനെ ഇറക്കി കൊണ്ടായില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പേടിച്ചിട്ടായിരിക്കാം. ഒരു പക്ഷെ അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണ്, കടുവയുടെ കേസിൽ കണ്ടതാണ്. അവിടെ അതിനെ കൊന്നില്ലെങ്കിൽ, ഒരു കർഷകനെ കൊന്ന കടുവയെ പിടിച്ചപ്പോൾ അതിനെ കൊന്നില്ലെങ്കിൽ അവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് അവിടുന്ന് ജനങ്ങൾ പറയുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആനയെ അതിന് വേണ്ട രീതിയിലുള്ള വിശ്രമവും, മയക്കുവെടി പിടിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി കയറ്റി ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അത് അതിന്റെ അന്ത്യത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു വന്യമൃഗത്തെ പിടിച്ച് അതിന്റെ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിച്ചിട്ടാണോ ചെയ്യുന്നത് എന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ 15 ദിവസത്തെ സഡൻ റിയാക്ഷൻ അത് കഴിഞ്ഞ് പെട്ടെന്ന് പിടിച്ച് അതിന് തിരിച്ച് കർണാടകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെയൊക്കെ നമ്മൾ തിരക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഒരു വന്യമൃഗത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന പ്രോട്ടോകോള് ഇതുവരെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കൃത്യമായിട്ട് ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. ഡോക്ടർ ഗിരിദാസ്, ഇപ്പൊ മുൻപ് ഈ PT7 അരിക്കൊമ്പൻ ആ മിഷനൊക്കെ സക്സസ് ആയ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ തണ്ണീർക്കൊമ്പൻ ദൗത്യവും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ മയക്കുവെടി ഇപ്പൊ 2 ആഴ്ചക്കിടെ ഇങ്ങനെ മയക്കുവെടി വെച്ചതും അതൊക്കെ തന്നെയായിരിക്കുമോ ഇങ്ങനെ ഒരു അന്ത്യത്തിലേക്ക് ഈ ആനയെ കൊണ്ടുചെന്നെത്തിച്ചത്? അതോ ഈ പറഞ്ഞതുപോലെ ഈ ആന ദീർഘദൂരം സഞ്ചരിച്ചു, അപ്പം അതിനിടയ്ക്കുണ്ടായ എന്തെങ്കിലും പരിക്കൊക്കെയാണ്? അപ്പോൾ ആനയെ വിശദമായി ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാതെ ഇങ്ങനെ തിടുക്കപ്പെട്ട് ചെയ്തത് കൊണ്ട് ആനയ്ക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാമല്ലോ. കാരണം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ വന്നിട്ടുള്ളൊരു മൃഗത്തെ നമ്മള് അല്ലാതെ തന്നെ അറിയുന്ന മൃഗത്തെ പോലും ചെയ്തിട്ട് അപകടാവസ്ഥകൾ വരാറുണ്ട്. നമ്മൾ നാട്ടാനകൾ തന്നെ ഇത് ചെയ്ത് നാട്ടാനകളുടെ വെള്ളം കുടിക്കാതെ, കൃത്യമായി വെള്ളം കുടിക്കാതിരിക്കുന്നത്, തീറ്റയെടുക്കാതിരിക്കുന്ന ആനയെ ചിലപ്പോൾ മയക്കുവെടി വെച്ച് 1, 2, 3 മയക്കുവെടി വെച്ച് ചെരിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ആ ആനയുടെ ആരോഗ്യസ്ഥിതി നമ്മൾ മനുഷ്യർ തന്നെ സർജറിക്ക് വിധേയമാകുമ്പോൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഡെത്ത് വരാറില്ലേ? അപ്പൊ പറയുന്നത് എന്താ, 1000-1 കേസാണെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കാറുണ്ട്. ഇതും അങ്ങനെ നമ്മൾ സമാധാനിക്കേണ്ടി വരും. പക്ഷെ ഇതില് അതിന്റെ പരിശോധന കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതാണ് പ്രോട്ടോകോൾസ്. അതിന് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനൊരു പ്രോട്ടോകോളുകളുണ്ട്. ആ പ്രോട്ടോകോളുകൾ പാലിച്ചിട്ടുണ്ടോ
ഇതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരു വന്യമൃഗത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അത് ഒരുപക്ഷെ ഈ ആന കേരളത്തിലെ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല, ആർക്കും പോലും ഒരു പരിക്കില്ല, ആ നഗരത്തിൽ അത് കറങ്ങി നടക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനോടൊരു സഹതാപം തീർച്ചയായിട്ടും നമ്മുടെ കമ്പാഷൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്. അപ്പൊ അങ്ങനെയുണ്ട്. പക്ഷേ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ നമുക്ക് ഒരു ആനയെ പിടിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ കയറ്റി ഒറ്റ തന്നെ നമ്മൾ അതാണ് ചെയ്യുക. ഒരു തീരെ അവശത കാണിച്ചിട്ടുള്ള ഒരാളെ പിടിച്ചു കഴിഞ്ഞ് തമിഴ്നാട്ടിലത്തെ പ്രതിയാണെങ്കിൽ പോലും കേരളത്തിൽ പിടിച്ച് അപ്പൊ തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ കൊണ്ട് ആശുപത്രിയിലാക്കുകയാണ് ചെയ്യുക. നമ്മളത് കെയർ ചെയ്യണം. കേരളത്തിൽ ആശുപത്രി അല്ലെങ്കിൽ അവിടെ കെയർ ചെയ്യണം. അതിന് പരിശോധന കൊടുത്ത് അതിന് വേണ്ടതായ രീതിയിൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിന് വെള്ളം കൊടുക്കാനാകും. ഒരു ദിവസം 2 ദിവസം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിപ്പോ ശരി ശരി, നന്ദി ഡോക്ടർ.